ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ പോകുന്ന സിനിമയുടെ പേരാണ് വിജേഷ് പനത്തൂർ ഡയറക്റ്റ് ചെയ്ത, ശ്രീഹരി വടക്കൻ റൈറ്റ് ചെയ്ത ഗണപതി, സാഗർ സൂര്യ, അമീൻ, ടാർസൻ, രാജേഷ് മാധവൻ, കലാഭവൻ നവാസിക്ക, അസീസ് നെടുമങ്ങാട്, മല്ലികാമ്മ എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രകമ്പനം. കിടിലൻ പെർഫോമൻസ്, കിടിലൻ മ്യൂസിക്, കിടിലൻ സോങ്സ്, കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, ആ വൈബ്, കിടിലൻ വൈബുണ്ട്. നല്ല ഫൺ ഹൊറർ കോമഡി എന്ന് പറയുന്ന ജോണറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്നൊരു പടം. ഇത്രയും മതിയല്ലോ ആ പടത്തിനെക്കുറിച്ച് എനിക്കെങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ള അറിയാം. ഇനി ഞാൻ പറയാമെന്ന ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഭയങ്കര, എനിക്ക് സ്ട്രിക്ട്ലി പേഴ്സണലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ വർക്ക് ചെയ്തു. സിനിമയിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും സിനിമയുടെ ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹൊറർ വരുന്ന ഒരു സിറ്റുവേഷനുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അതേപോലെ ഇതിലെ പെർഫോമൻസസ് ആണെങ്കിലും ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു സീരിയസിലോട്ട് വന്നിട്ട് പിന്നെ അവിടെ ഉണ്ടാകുന്ന ഹൊറർ എൻകൗണ്ടേഴ്സ് ആണെങ്കിലും അതൊക്കെ നല്ല രസമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗണപതി, അമീൻ, സാഗർ ഇവർ 3 പേരും ഫ്രണ്ട്സാണ്. ഇവർ കോളേജിൽ ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു സമയത്ത് ഇവരുടെ ഒരു ലൈഫിലോട്ട് ആ ഒരു ഗോസ്റ്റിൻ്റെ എൻകൗണ്ടർ ഉണ്ടാകുന്നതും പിന്നീട് അവരെങ്ങനെ അതിനെ അതുകൊണ്ട് ഈ എൻകൗണ്ടർ ചെയ്യുന്ന ഗോസ്റ്റിൻ്റെ ഒരു പരിപാടി വെച്ചിട്ട് ഇവർക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഇവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഇതൊക്കെ ഇൻ്റർകണക്ട് ചെയ്താണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഗണപതിയുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോറിയിലോട്ട് സാഗർ സൂര്യ, അമീൻ അങ്ങനെ പല ക്യാരക്ടേഴ്സും വരുന്നതായിട്ടാണ് സിനിമ പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ തുടക്കം ഗണപതി ഇങ്ങനെ സിനിമ കൊണ്ടുപോയിട്ട് ഒരു പോയിൻറ്റിൽ ഗണപതിയിൽ താലം കൈമാറുന്ന പോലെ നമ്മുടെ സാഗർ സൂര്യയോട് കൈമാറുകയാണ്. പിന്നെ സാഗർ സൂര്യയുടെ ഒരു അഴിഞ്ഞാട്ടമാണ്. നമ്മൾ പടക്കളം എന്ന് പറഞ്ഞ സിനിമയുടെ ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, സംഗീതിൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. പുള്ളി ആ ഫസ്റ്റ് ഹാഫിൽ നിന്ന് പിന്നെ ഒരു ട്രാൻസിഷൻ ചെയ്ത് സെക്കൻഡ് ഹാഫിൽ ഒരു വേരിയേഷനുണ്ട്. പുള്ളി ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഷർഫുദ്ദീൻ്റെ ആ ഒരു സൈഡ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടി കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തും സാഗറിനും അങ്ങനെ ഒരു ട്രാൻസിഷനുണ്ട്. ആ ട്രാൻസിഷൻ ഭയങ്കര രസമായിട്ട് സാഗർ സൂര്യ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്പീച്ചൊക്കെ ഉള്ളൊരു സീനുണ്ട്. പുള്ളി ഒരു കോളേജിൽ ഇലക്ഷന് മുമ്പായിട്ടൊരു സ്പീച്ച് പുള്ളി പറയുന്നതും പിന്നെ പുള്ളിയുടെ ഗേൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ഇൻസിഡൻറ്റ്, അങ്ങനെ കുറേ ഇൻസിഡൻസിൽ ഈ ഒരു ഗോസ്റ്റിൻ്റെ പരിപാടി പുള്ളി ട്രാൻസിഷൻ പിടിച്ചിട്ടുണ്ട്. അത് നല്ല കിടിലമായിട്ട് സാഗർ സൂര്യ ചെയ്തിട്ടുണ്ട്. ഇതിലെനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പടക്കളം എന്ന് പറയുന്ന സിനിമ സംസാരിച്ച സമയത്ത് സംഗീതിന് നമ്മൾ ഒരു സംഗീത് എന്ന് പറയുന്ന ആക്ടറിനെ അല്ലെങ്കിൽ പുള്ളി കിടിലമായിട്ട് ചെയ്ത പോലെ ഇതിനകത്ത് സാഗർ സൂര്യ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കമ്പയർ ചെയ്യുമല്ലോ, പക്ഷേ രണ്ടും കിടിലമാണ്. എനിക്ക് സംഗീതം കിടിലമായിട്ട് ഇഷ്ടപ്പെട്ടു. സാഗർ സൂര്യൻ പുള്ളിയുടെ രീതിയിൽ നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ സാഗർ സൂര്യ ഓൾറെഡി പ്രൂവൺ ആണ്. ബിക്കോസ് തട്ടിയും മുട്ടിയും എന്ന് പറയുന്ന സിനിമയിൽ അത്രയും ജോയ്ഫുള്ളായിട്ട് നിന്ന ഒരു ക്യാരക്ടർ പെട്ടെന്ന് നമ്മൾ പണിയിൽ ആ ഒരു ക്യാരക്ടറിൽ കണ്ടപ്പം ഭയങ്കര ഒരു ഷോക്കായിരുന്നു. അത് കിടിലമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി ധീരം എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തു. ഇപ്പം പ്രകമ്പനം സിനിമയിൽ പുള്ളി നല്ല വൃത്തിക്ക് അല്ലെങ്കിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അമീൻ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബർ, പുള്ളിയും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടാർസൻ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, ദിനിൽ ശശി എന്ന് പറയുന്നത്, അതും പുള്ളി കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു ക്യാമിയോ അല്ല, ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ പരിപാടിയായിട്ട് രാജേഷ് മാധവൻ വരുന്നുണ്ട്. പുള്ളിയും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പെർഫോമൻസ്, കാരണം ഇത് സിറ്റുവേഷണൽ ഹ്യൂമർ, എനിക്കൊന്ന് സിറ്റുവേഷണൽ ഹ്യൂമർ ഉള്ളൊരു സിനിമയാണ്. അപ്പം അത് നല്ല വൃത്തിക്ക് എല്ലാവരും രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് എനിക്കൊന്ന് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഫൺ. നമ്മൾ പറയത്തില്ല, ആ ഒരു ഫൺ വൈബ് നല്ല വൃത്തിയായിട്ട് നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമയെക്കുറിച്ച് ഞാൻ നോക്കിയപ്പം ഞാൻ പലയിടത്തും കണ്ടൊരു സാധനമാണ്, ഇത് ആ ഒരു സിനിമയുടെ അത്രയും വന്നില്ല, ഈ ഒരു സിനിമയുടെ ഓളത്തിന് അടുത്തെത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ സിനിമയുടെ പോലെ ഒരു ഫൺ ഇതിനകത്തില്ല. നമ്മൾ അങ്ങനെയൊന്നും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ പറയുന്ന എല്ലാ സിനിമകൾക്കും അന്ന് ഇറങ്ങിയ സമയത്ത്
ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. അയ്യോ അത് കൊള്ളത്തില്ല, ഇങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് നമ്മൾ ആ സിനിമയൊക്കെ പുകഴ്ത്തുകയാണ്. സോ അതിൽ കാര്യമില്ല, നമ്മൾ ഒരു സിനിമയായിട്ടും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഹൊറർ കോമഡി, ഒരു ഫൺ വൈബ് പടം, അത്രേ ഉള്ളൂ. ഇതിൽ ഭയങ്കര ഇതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ തിയേറ്ററിൽ പോയി ഒരു 2 മണിക്കൂർ എന്തേ ഉള്ളൂ, 2 മണിക്കൂർ 8 മിനിറ്റോ 10 മിനിറ്റോ എങ്ങാണ്ടേ ഉള്ളൂ. 2 മണിക്കൂർ 10 മിനിറ്റ് എനിക്ക് നല്ല എൻജോയ്മെൻറ്റ് തന്നു, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു, നല്ല എൻഗേജിങ് ആയിരുന്നു, നല്ല പെർഫോമൻസസ് ആയിരുന്നു, നല്ല സോങ്സ് ആയിരുന്നു, നല്ല സ്കോറിങ് ആയിരുന്നു, നല്ല വൈബ് തന്നു പടം. അതേപോലെ തന്നെ അത് സോങ്സൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ തള്ള വൈബ് എന്ന് പറയുന്ന സോങ് ആണെങ്കിലും, അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഉഗ്രരൂപിണി എന്ന് പറയുന്നൊരു പാട്ടുണ്ട്, അത് പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്കോറിങ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല സിനിമയാണെന്ന് തോന്നി. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങളെ സിനിമ കാണുമ്പോൾ ഒപ്പീനിയൻ മാറാം, അത് ഞാൻ തീർച്ചയായും റെസ്പെക്റ്റ് ചെയ്യുന്നു. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫാമിലി വളരട്ടെ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട സമയത്ത്, ഇഷ്ടപ്പെട്ട സ്ഥലത്ത്, ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇഷ്ടപ്പെട്ട രീതിയിൽ കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.